ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. വായിക്കുന്നത് രഞ്ജിത്ത്. കേരളത്തിൽ ഇന്ന് 4138 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി. വിശദാംശങ്ങളുമായി ശ്യാമ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കോഴിക്കോട് 576, എറണാകുളം 518, ആലപ്പുഴ 498, മലപ്പുറം 467, തൃശൂർ 433, തിരുവനന്തപുരം 361, കൊല്ലം 350, പാലക്കാട് 286, കോട്ടയം 246, കണ്ണൂർ 195, ഇടുക്കി 60, കാസർഗോഡ് 58, വയനാട് 46, പത്തനംതിട്ട 44 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3599 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 438 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 47 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7108 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 86,681 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 3,55,943 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,345 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ന് 5 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പാലക്കാട് ജില്ലയിലെ പല്ലശന കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് 9, കൊല്ലങ്കോട് 3, ആലപ്പുഴ ജില്ലയിലെ തഴക്കര 2, തൃശൂർ ജില്ലയിലെ പാഞ്ചൽ 11, എറണാകുളം ജില്ലയിലെ പിണ്ടിമന സബ് വാർഡ് 10 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 19 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 657 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് എറണാകുളം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ NC ജയചന്ദ്രൻ. എറണാകുളം ജില്ലയിൽ 518 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 97 പേരുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 1093 പേർ രോഗമുക്തി നേടി. അതിനിടെ ജില്ലയിലെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി ഉയർത്തി. മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും 41 സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സാ സൌകര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 100 ബെഡുകളാണ് ഫോർട്ട് കൊച്ചി ആശുപത്രി സജ്ജീകരിച്ചിരിക്കുന്നത്. പോലീസുകാർക്ക് മാത്രമായി FLTC കൊച്ചിൻ കോർപ്പറേഷൻ നേതൃത്വത്തിൽ സജ്ജമാക്കുമെന്ന് മന്ത്രി സുനിൽകുമാർ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 433 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 967 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9797 ആണ്. തൃശൂർ സ്വദേശികളായ 87 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 41,147 ആണ്. 31,022 പേരെയാണ് രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ക്രമാതീതമായി ഉയരുകയാണ് ആലപ്പുഴയിൽ കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് സംസ്ഥാനത്ത് 3ാം സ്ഥാനമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി രവികുമാർ. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 498 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 482 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത്. 9 പേരുടെ സമ്പർക്കത്തിന്റെ ഉറവിടം വ്യക്തമല്ല. 793 പേരുടെ പരിശോധന ഫലം ഇന്ന് നെഗറ്റീവായി. ജില്ലയിലാകെ 25,681 പേർ ഇതുവരെ കോവിഡ് രോഗമുക്തരായി. ജില്ലയിൽ ഇപ്പോൾ 8,243 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 276 പേർ മാത്രമാണ് ആസ്പത്രികളിൽ ചികിത്സയിലുള്ളത്. 1202 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ബാക്കിയുള്ളവർ വീടുകളിലാണ് കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇന്നലെ 616 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 576 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 839 പേർ കൂടി രോഗമുക്തി നേടി. സമ്പർക്കം വഴി 549 പേർക്കാണ് രോഗം ബാധിച്ചത്. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. 8 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 8 പേർക്കുമാണ് പോസിറ്റീവായത്. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 9,077 ആയി. 4,275 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 13.47% ടെസ്റ്റ് പോസിറ്റിവിറ്റി. കൊല്ലം ജില്ലയിൽ ഇന്ന് 350 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും സമ്പർക്കം മൂലം 339 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 6 പേർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 553 പേർ രോഗമുക്തി നേടി. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് നിന്ന് 28 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 50 പേർ അറസ്റ്റിലായി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1392 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 566 പേരാണ്. 40 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 7,968 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഇന്ന് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണവും മരണങ്ങളും കുറഞ്ഞു വരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 82 ലക്ഷം കോവിഡ് ബാധിതരിൽ 5.5 ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് 45,230 പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് ഇതുവരെ 4,69 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് ബാധിച്ചത് 3,38 ലക്ഷത്തിലധികം പേർ സുഖം പ്രാപിച്ചു 12 ലക്ഷത്തിലധികം പേർ മരിച്ചു അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ സംഭവത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തെളിവ് ശേഖരണ പ്രക്രിയയാണെന്നും അത് മുൻവിധിയുടെ അടിസ്ഥാനത്തിലാവരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി സമഗ്രവും ഏകോപിതവുമായ അന്വേഷണം കേന്ദ്ര സർക്കാരിനോട് ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് അതിന്റെ ഏജൻസികൾ ഏറ്റെടുക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും സംസ്ഥാനത്ത് കെ-ഫോൺ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസിലാന്റ് മന്ത്രിസഭയിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ പ്രിയങ്ക രാധാകൃഷ്ണന് അനുമോദനങ്ങൾ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ എന്നത് മലയാളികൾക്കൊന്നാകെ അഭിമാനിക്കാവുന്ന കാര്യമാണ് ദീർഘകാലമായി ലേബർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കയ്ക്ക് സാമൂഹിക വികസനം സന്നദ്ധ മേഖല യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ബ്ലോക്കിൽ പുതുതായി സ്ഥാപിച്ച കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഹൈടെക് കിയോസ്ക് മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ സേവനങ്ങൾക്കായി ഹെൽത്ത് ഏജൻസിയാണ് കിയോസ്ക് സജ്ജമാക്കിയത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാർഡ് ലഭ്യമാക്കൽ രോഗിയുടെ കാസ്പ് രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ സേവനങ്ങളും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ദൈനംദിന അറിയിപ്പുകളും കാസ്പ് കിയോസ്കുകൾ വഴി ജനങ്ങൾക്ക് ലഭ്യമാകും തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഇൻഡോർ സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു 3 കോടി രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത് കേരളത്തിന്റെ വികസനമെന്നാൽ കായിക വികസനം കൂടിയാണെന്നതാണ് സർക്കാർ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമുള്ള മൾട്ടിപർപ്പസ് ഇൻഡോർ സ്പോർട്സ് ഹബ് ജിംനേഷ്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ PVC ഫ്ലോറിംഗോട് കൂടിയ ബാഡ്മിന്റൺ കോർട്ട് തടിപാകിയ വോളിബോൾ ബാസ്കറ്റ്ബോൾ കബഡി കോർട്ടുകൾ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള പിച്ച് എന്നിവയുമുണ്ട് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്നതിന് നിശ്ചയിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം 6-ന് ചേരും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നാളെ പറ്റ്ന വൈശാലി സീതാമഢി ദർഭംഗ മധുബനി ഉൾപ്പെടെ 17 ജില്ലകളിലായി 94 നിയോജക മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് 146 വനിതകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 1463 പേരാണ് മത്സരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എൻ ഊര് ആദ്യഘട്ടം കെട്ടിടങ്ങൾ ഉദ്ഘാടനത്തിന് സജ്ജമായി ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ബൃഹത് സംരംഭത്തിനാണ് വൈത്തിരിയിൽ തിരിതെളിയുന്നത് ആദ്യഘട്ടം കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി A.K. ബാലൻ ഓൺലൈനായി നിർവഹിക്കും കെനിയൻ പ്രതിരോധ സേനാ മേധാവി ജനറൽ റോബർട്ട് കിബോച്ചി നവംബർ 2 മുതൽ 6 വരെ ഇന്ത്യ സന്ദർശിക്കുന്നു ഈ വർഷം മെയ് മാസത്തിൽ പ്രതിരോധ സേനാ മേധാവി പദവി ഏറ്റെടുത്തതിന് ശേഷം ആഫ്രിക്കയ്ക്ക് പുറത്ത് അദ്ദേഹം സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാജ്യമാണ് ഇന്ത്യ അതുല്യ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പേരിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഗാലറിയുടെ നിർമ്മാണത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിൽ ഉദ്ഘാടനം നിർവഹിച്ചു രാജാ രവിവർമ്മ വരച്ച യഥാർത്ഥ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനാണ് 8 കോടി രൂപ ചെലവിൽ സർക്കാർ ആർട്ട് ഗാലറി നിർമ്മിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജാ രവിവർമ്മയുടെ 43 ചിത്രങ്ങളുടെ സംരക്ഷണവും പ്രദർശനവും ഇവിടെ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം അനന്തവിലാസം കൊട്ടാരത്തിൽ കേരള ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സാംസ്കാരിക സൌധം തുറന്നു ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയും വിൽപ്പന കൌണ്ടറും കേരള ചരിത്രവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ ഗാലറി ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ചുമർ ചിത്ര ഗാലറിയും ചേർത്ത് ഒരു ചിത്രമാളികയും ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക സൌധം ഈ വർഷത്തെ ഒ.വി. വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ടി പത്മനാഭനും സുഭാഷ് ചന്ദ്രനും അമൽരാജിനുമാണ് പുരസ്കാരങ്ങൾ കഥാസമാഹാരം നോവൽ പ്രസിദ്ധീകരിക്കാത്ത യുവകഥ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അടുത്ത മാസം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഒ.വി. വിജയൻ സ്മാരക സമിതി ഭാരവാഹികൾ പാലക്കാട്ട് അറിയിച്ചു IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു അബുദാബി ഷേഖ് സയദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കളിയിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്